നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാറശാല ഷാരോൺ രാജിനെ പ്രണയക്കെണിയിൽ കണനാശിനി കലർത്തിയ കഷായം കൊടുത്ത് കൊലപ്പെടുത്തിയ ഗ്രീഷ്മ ഇതുവരെ പശ്ചാത്തപിച്ചതായി എവിടെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. തന്റെ ചെയ്തിയിൽ യാതൊരു കൂസലുമില്ലാത്ത നിലപാടാണ് അവർക്ക്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോഴും മനസാന്നിധ്യം കൈവിടുന്നില്ല ഗ്രീഷ്മ. അഴിയെണ്ണുമ്പോഴും നല്ലൊരു ജീവിതം തന്നെ കാത്തിരിപ്പുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് അവർ. ജയിലിലെത്തി 3-ാം ദിനമാണെന്ന് ഗ്രീഷ്മയ്ക്ക്. ഷാരോണ് സ്ലോ പോയിസൺ നൽകിയപ്പോഴും ഒടുവിൽ കഷായത്തിൽ കളനാശിനി കലർത്തി കൊടുത്തപ്പോഴും കേസിൽപ്പെട്ട് വിചാരണ നടക്കുമ്പോഴും ഗ്രീഷ്മയുടെ മുഖത്ത് അല്പം പോലും ദുഃഖമോ പശ്ചാത്താപമോ വന്നിട്ടില്ല. ഒടുവിൽ തലയ്ക്ക് മുകളിൽ തൂക്കുകയറുന്ന ശിക്ഷാവിധി കേട്ടപ്പോൾ ഗ്രീഷ്മ കുലുങ്ങിയില്ല. അതേ മനോനിലയിൽ തന്നെയാണ് ജയിലിലും ഗ്രീഷ്മ തുടരുന്നത്. കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയെ കാണാനായി അച്ഛനും അമ്മയും ജയിലിലെത്തി. മകളുടെ ദുർവിധി കണ്ട് പലതവണ വിതുപ്പിക്കരഞ്ഞു. പക്ഷെ ഗ്രീഷ്മയ്ക്ക് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. മറ്റു പ്രതികളെ പോലെയല്ല ഗ്രീഷ്മ എന്ന് ജയിൽ ഉദ്യോഗസ്ഥരും പറയുന്നു. ആ കുട്ടി ഭയങ്കര ബോൾഡാണെന്നാണ് ഇവരുടെ സാക്ഷ്യപ്പെടുത്തൽ. ഈ തൂക്കുകയറി തന്റെ ജീവിതം അവസാനിപ്പിക്കുന്ന ബോധ്യത്തോടെയാണ് ഗ്രീഷ്മ കഴിയുന്നത്. ആ നിലപാട് പലരോടും പങ്കുവച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. വൈകാതെ ജാമ്യം നേടി പുറത്തിറങ്ങാമെന്ന പ്രതീക്ഷ ഗ്രീഷ്മ പലരോടും പങ്കുവച്ചത്രേ. ശിക്ഷാവിധി കഴിഞ്ഞ ആദ്യ ദിനങ്ങളായതിനാൽ പ്രത്യേക ജോലിയൊന്നും ലഭിച്ചില്ല. 5 പേരുള്ള സെല്ലിലാണ് ഗ്രീഷ്മയും പാർപ്പിച്ചിരിക്കുന്നത്. 3 പേർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരും ഒരാൾ പോക്സോ കേസിൽ ശിക്ഷ അനുഭവിക്കുന്നയാളുമാണ്. ജയിലിലും ചുറ്റുപാടും ഗ്രീഷ്മയ്ക്ക് പരിചിതമായി. അറസ്റ്റ് കഴിഞ്ഞ് 11 മാസം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അപരിചിതത്വം അനുഭവപ്പെടുന്ന സാഹചര്യം ഗ്രീഷ്മയ്ക്കില്ല. അന്നും ചിത്രം വരെയായിരുന്നു ഗ്രീഷ്മയുടെ പ്രധാന ഹോബി. പാട്ടും ഡാൻസുമായി ഏത് കലാപരിപാടിയിലും ഗ്രീഷ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതേസമയം വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നീക്കത്തിലാണ് ഗ്രീഷ്മയുടെ കുടുംബം. ജയിലിലെ ഫാർമസിയിലെത്തി ഗ്രീഷ്മ ശരീരവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിയതിനാൽ ജയിലിലെ ജോലിയിൽ നിന്ന് ഗ്രീഷ്മയെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. രാഷ്ട്രപതിയുടെ ദയാഹർജിയും തള്ളിയ ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്ക് സെല്ലുകളിലേക്ക് മാറ്റുകയുള്ളൂ. സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനകളും ജയിലിനുള്ളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവർക്കും ലഭിക്കും. പക്ഷെ ഇവർക്ക് മറ്റു പ്രതികളെക്കാൾ കൂടുതൽ നിരീക്ഷണമുണ്ടാകും. വിചാരണ കോടതിക്ക് ശേഷം ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് വരെ ഇവർക്ക് ജാമ്യമോ പരോളോ ലഭിക്കില്ല. ഹൈക്കോടതിയുടെ 2-അംഗ ബെഞ്ച് കേസ് പരിശോധിക്കും. ഷാരോൺ കൊലക്കേസ് ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞതോടെയാണ് ജാമ്യം റദ്ദാക്കി വീണ്ടും ജയിലിൽ എത്തിച്ചത്. ശിക്ഷിക്കപ്പെട്ടതിനാൽ ഇനി ജയിലിലെ ജോലികൾ ചെയ്യേണ്ടി വരും. ഗ്രീഷ്മ ഷാരോണെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തിയതിനാലാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. സമർത്ഥവും ക്രൂരവുമായി കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നതിനെ നിയമം എതിർക്കുന്നില്ലെന്ന് പറഞ്ഞാണ് 24 വയസ്സുള്ള ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ നൽകിയത്. വിധിന്യായത്തിൽ ക്രൂര കൊലപാതകത്തെക്കുറിച്ച് കോടതി അക്കമിട്ട് പറഞ്ഞു. ഗ്രീഷ്മയ്ക്കും ഷാരോണിനും ഒരേ പ്രായമാണെന്നും പ്രായത്തിന്റെ ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പ്രണയത്തിന്റെ അടിമയായി മാറിയ ഷാരോണിനെ പ്രകോപനമില്ലാതെയാണ് ഗ്രീഷ്മ കൊന്നത്. ഗാഢമായ സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു. കുറ്റം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം വിജയിച്ചില്ല. മുമ്പ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന ഗ്രീഷ്മയുടെ വാദവും കോടതി തള്ളി. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകുന്ന കാര്യത്തിൽ ഗ്രീഷ്മയുടെ കുടുംബം ഉടൻ തീരുമാനമെടുക്കും. വധശിക്ഷ ഹൈക്കോടതിയുടെ 2-അംഗ ബെഞ്ച് പരിഗണിക്കുമെന്നാണ് ആവശ്യപ്പെടുക. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വിധിച്ചത് നിലനിൽക്കില്ല എന്ന നിലപാടിലാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകർ. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വിധിക്കരുത് എന്ന് മേൽക്കോടതികൾ പലപ്പോഴും നിർദ്ദേശിച്ചിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്നതും പ്രതിക്ക് അനുകൂല ഘടകമായിരുന്നു. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെയാണ് കോടതി പരമാവധി ശിക്ഷ വിധിച്ചത് എന്നാണ് പ്രതിഭാഗത്തിന്റെ പരാതി. അഭിഭാഷകരുമായി ഗ്രീഷ്മയുടെ മാതാപിതാക്കൾ കൂടിക്കാഴ്ച നടത്തും. ഇതിനുശേഷമായിരിക്കും അപ്പീൽ നൽകുക. ശിക്ഷ വിധിച്ച് 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാനുള്ള സാവകാശം പ്രതിഭാഗത്തിനുണ്ട്. കേസിൽ 1-ാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും തെളിവ് നശിപ്പിച്ചതിന് 3-ാം പ്രതിയായ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവുമാണ് കോടതി വിധിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.